എല്ലാവർക്കും ഷാസ് കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കപ്സയുടെ റൈസാണ് എടുത്തിട്ടുള്ളത്, 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക്, ചെറിയ ജീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പു, വലിയ ജീരകം. അതേ സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഈ ചിക്കനിലേക്ക് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ച് ചേർക്കുന്നു എന്ന് മാത്രം. അപ്പോൾ കുരുമുളകൊന്ന് ഫൈനായി പൊടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഏലക്കായ, ഗ്രാമ്പു, പട്ട, ചെറിയ ജീരകം, വലിയ ജീരകം ഒന്ന് ചതച്ചിട്ട് ചേർക്കും. അതുപോലെ തന്നെ മാഗിയുടെ ഒരു ചിക്കൻ സ്റ്റോക്കും ചേർക്കുന്നുണ്ട്. കുറച്ച് കളറും ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും സാധനം വെച്ചിട്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാൻ നോക്കാം. ഇതിൽ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, കുരുമുളക്, ചെറിയ ജീരകം 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, ഗ്രാമ്പു, ഏലക്കായ, ഗ്രാമ്പു ഒരു കുഞ്ഞു പിടി, ഒരു ചെറിയ പിടിയാണ് ഇട്ടിട്ടുള്ളത്. ഏലക്കായ ഒരു 5-6 ഏലക്കായ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം ഞാനതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് വേറൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ചെറിയ ജീരകം, വലിയ ജീരകമൊക്കെ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ചിക്കനിൽ ഉപ്പ് ചേർക്കാൻ. കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഈ സമയമായപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഹാഫ് വേവ് ആവുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ റൈസ് ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, ഹാഫ് വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയൊക്കെ കുക്കറിലാണ് ചെയ്യുന്നത്. ഞാനിതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള വെള്ളമൊക്കെ കളയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വേറൊരു ഓയിലും നമ്മളിതിന് മുമ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ഓയിൽ എടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല ചേർത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ വെച്ച് കൊടുക്കുക. പരത്തി വെച്ച് കൊടുക്കുക. ചിക്കൻ മസാല ചേർത്ത സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്തിട്ടാണ് ചിക്കൻ കുഴച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ചേർത്തിട്ട് വേണം ചിക്കൻ കുഴച്ചെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഹാഫ് വേവാക്കി വെച്ചിട്ടുള്ള റൈസ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഞാനിപ്പോൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ചെറിയ പാത്രത്തിൽ കനൽ, ഞാൻ ചിരട്ടയുടെ കനലാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ സമയത്ത് കണ്ടോ നല്ല പുക വരും. ഈ പുകയോട് കൂടി തന്നെ നമ്മൾ ഈ കുക്കർ അടച്ച് വെക്കണം. അതിനുശേഷം ഇതാ ഒരൊറ്റ ഫ്ലെയിം, അതായത് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരുന്നവരെയാണ് നമ്മളിത് വെക്കേണ്ടത്. ആവി പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ
ഈ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, ചേട്ടാ വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കർ ഇനി ഓപ്പൺ ആക്കരുത്. ആ ആവിയിൽ കിടന്നിട്ട് ആ ചിക്കൻ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വരാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ആവിയൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി കുക്കർ ഇറക്കി വയ്ക്കാം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെടുത്ത് മാറ്റാം. കണ്ടില്ലേ, റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, റൈസ് നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മൾ ആ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുത്തല്ലേ. അപ്പോൾ ആ ഓയിൽ ഈ റൈസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വിസിലും പിന്നെ ആ ആവിയിലും കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മന്തി മസാലയൊന്നും ചേർക്കാതെ തന്നെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു സിമ്പിൾ മന്തി. ഇത് എന്തായാലും നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് കുക്കറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.